നമസ്കാരം. എഴുത്ത് കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ച കൂട്ടക്ഷരങ്ങൾ ഇക്ക, ഇച്ച, ഇട്ട. ഇനി അടുത്ത് ഇത്ത. ത് അധികം ത, അതാണ് ഇത്ത. നമുക്ക് എഴുതാം. താ എഴുതാൻ അറിയാലോ. തായില് ചന്ദ്രക്കല ഇടുമ്പോൾ ത്. ത് അധികം ത, അതാണ് ഇത്ത. ഇത് എഴുതണ എങ്ങനെയെന്നറിയാമോ? ഒരു താ എഴുതി കൂടെ വീണ്ടും ഒരു ത. ത ത ത, അതാണ് ത. ഇത്തയിലെ വാക്കുകൾ എഴുതാം. ത, നല്ല എളുപ്പമുള്ള വാക്കുകളാണ്. തത്ത, ത ത തത്ത, ത ത തത്ത, ത ത തത്ത. അടുത്തത് വിത്ത്. വാ എഴുതി വള്ളിയിടുമ്പോ വി. വി ഇത്ത, വിത്ത് ചന്ദ്രകല, വിത്ത്. വി ഇത്ത്, വിത്ത്. വി ഇത്ത ചന്ദ്രകല ത്ത്, വിത്ത്. ഇനി മുത്ത്. മാ എഴുതാൻ അറിയാലോ. മാ എഴുതി കൂടെയുള്ളടുമ്പോ മു. മുത്ത്, മുത്ത്. മു ത്ത്, മുത്ത്. മു ത്ത്, മുത്ത്. ഇത്തയിലെ വാക്കുകൾ ഒരിക്കൽ കൂടെ എഴുതാം. തത്ത, ത തത്ത, വിത്ത്. വി ഇത്ത്, വിത്ത്. മുത്ത്, മു ഇത്ത്, മുത്ത്. തത്ത, വിത്ത്, മുത്ത്. അപ്പോൾ ഇതുവരെ പഠിച്ച കൂട്ടക്ഷരങ്ങൾ ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത എഴുതാം. ക, ച, ഇട്ട, ഇത്ത. ഇക്ക, ച, ഇട്ട, ത. ഇതുവരെ പഠിച്ച കൂട്ടക്ഷരങ്ങൾ നമ്മൾ വാക്കുകൾ എഴുതിയത് കൊച്ചു കൊച്ചു വാക്കുകളാണ്. ഇനി വലിയ വലിയ വാക്കുകളൊക്കെ എഴുതി പഠിക്കണം. അപ്പൊ ഇതുവരെ ഉള്ളത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വേണം വലിയ വലിയ വാക്കുകൾ എഴുതാൻ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.